ഏറ്റവും കൂടുതൽ ഇട്ടേക്കുന്ന ട്രെയിനിന്റെ സാധനങ്ങളാണ് ഇപ്പൊ കിട്ടിയേക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് വെച്ചാണേലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് പോരായ്മകളൊന്നും അങ്ങനില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും. ലിഫ്റ്റ് വരാനായിട്ട് നോക്കിയിരിക്കുകയാണ്. ലിഫ്റ്റ് ഈസ് കമ്മിങ് ഓൺ 6 pack. ലിഫ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, ലിഫ്റ്റ് ഭയങ്കര ലേറ്റ് ആണ്. ഗുരുല എക്സ്പ്രസ് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. യെസ്, അപ്പാപ്പന്റെ കണ്ടുപിടുത്തം. സ്ലെൻഡറിനെ ചത്തുപോയി. അപ്പാപ്പന്റെ കണ്ടുപിടുത്തം വെറും വൻ പരാജയമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒരു മനുഷ്യനെ, അവിടെ അസ്ഥിമച്ചാനെ, നമ്മുടെ അസ്ഥിമച്ചാനെ ഇവിടെ പട്ടിയെ കൊല്ലുന്നവരിട്ട് കൊന്നിട്ട് കണ്ട ജയിലിലിട്ടേക്കുവാണ്. അതെന്ത് തെണ്ടിത്തരമാണ് കാണിച്ചത്? നിങ്ങളൊന്ന് ആലോചിക്കും, എന്ത് തെണ്ടിത്തരമാണ് കാണിച്ചത്? നമ്മുടെ അസ്ഥിമച്ചാനെ കൊന്നിട്ട് അവിടെ കൊണ്ടിട്ട് ധ്യാനി എന്ന് പറഞ്ഞ ഒരു സൈക്കോത്തള്ളയാണ്. സൈക്കോത്തള്ള അറിയാതെ വീടിന് വഴി ചോദിച്ചു വന്ന എന്നെ പിടിച്ച് ജയിലിട്ട് വാരക്കത്തള്ള. അപ്പാപ്പൻ ടൂർ പോയേക്കാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഇവിടെ കൊണ്ട് കൂട്ടി വെക്കാം. ഗ്രാനിയെ കണ്ടു. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ ഗ്രാനിയെ കൊല്ലണം എന്ന ആഗ്രഹവുമായി ചെന്നത് ഗ്രാനിയുടെ വീട്ടിൽ. ഗ്രാനി എന്നെ എടുത്ത് പഞ്ഞിക്കിട്ടു. കല്ല് കിട്ടുന്നില്ലേ? അടുത്തോട്ട് ചെന്നപ്പോൾ കല്ല് കിട്ടി. ഗ്രാനിയുടെ വീട്ടിലേക്ക് ഗ്രാനിയെ കാണാൻ ഞാൻ പിന്നെയും പോയി. ഓ ഗ്രാനി ചേച്ചി, എന്നെ മൈൻഡ് ചെയ്യാതെ പോകുന്നു. ഓ വരുന്നു ചേച്ചി, ഐ ആം കമ്മിങ്. ഗ്രാനി ചേച്ചി എന്നെ മൈൻഡ് ചെയ്യാതെ പോകുന്നു. ഞാൻ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. നീ പോയി, നീ പോയി. ആ ഓടി വാ, വാ ഓടി വാ, ഓടി വാ, ഓടി വാ. ഞാൻ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. കുഞ്ഞു പോയി വാ, ഓടി വാ, പെട്ടെന്ന് വാ. എന്നിട്ടല്ലേ എനിക്ക് അടിച്ചിട്ടുണ്ടല്ലേ ചേച്ചി? ഇന്നത്തെ മീൻകറി ഇരിപ്പുണ്ടോ ചേച്ചി? വാന്നേ, എന്താണ് തവിയൊക്കെ എടുത്തോണ്ടാ വരുന്നേ? പോയി മീൻകറി വെക്കുന്നല്ലേ? മനുഷ്യനെ വെറുതെ പറ്റിക്കാനായിട്ട് ഇറങ്ങിക്കോളും. കളവനും കളവനും കൂടെ. നമുക്കങ്ങനെ നേരെ താഴേക്ക് പോകാം. നമുക്ക് താഴേക്ക് പോയി റോബോട്ടിന്റെ തല അടിച്ചെന്ന് പറിക്കാം. റോബോട്ട് ടിക്കറ്റ് എടുക്കുന്നു. നാറിയുടെ തല അങ്ങ് അടിച്ചെന്ന് പൊട്ടിക്കാം. എനിക്ക് ചെറിയ ഡൗട്ട്. ചെടി അങ്ങ് എടുത്തോളൂ പോയാലും. അല്ലാണ്ട് അയ്യോ സൗണ്ട് കേട്ടോ. ഗ്രാനി വരുന്നേ. അയ്യോ ഇതെന്താ ചെടി വരുന്നേ? സ്ക്രീൻഷോട്ട് എടുത്തു. ഇനി ഏതാണ് അതിലൊന്ന് കാണണം. ഹെഡ് ഷോട്ട് കൊടുക്കാൻ പോയി. ഹെഡ് ഷോട്ട്, കവണ ഹെഡ് ഷോട്ട്, തലക്കൊരടി, അമ്മ അപ്പം പടം താരോ. ആ വാടിയുള്ള എന്തായി വേണ്ട നിന്റെ സ്ക്രീൻഷോട്ട് നിലത്തിട്ട് വാ, ഓടി വാ, ഓടി വാടി കള്ളി വാ. ഒരടിയൊക്കെ നന്നായി ചേട്ടായി അങ്ങ് പോട്ടെ, പോട്ടെ വാ, ഇനി പോരെ വാടി. എടി വാടി ഗ്രാനിപ്പെണ്ണേ, ഗ്രാനിപ്പെണ്ണേ, എടി കള്ളി വാടി, പെട്ടെന്ന് വാ, ഒന്ന് വാ. എനിക്ക് പോണം, എനിക്ക് വേറെ പണിയുണ്ട്. ഞാൻ ഇവിടെ ചൊറി കുത്തിയിരിക്കാൻ പറഞ്ഞിട്ട് കുറെ നേരമായി. ഓ മമ്മി, ഏട്ടായി
ലിഫ്റ്റിന് ഭയങ്കര സ്ലോ ആട്ടോ. ഇനി പുതിയൊരു മോട്ടോർ എടുപ്പിക്കാം. എയറോപ്ലെയിനോട് ആക്കണം ചേച്ചി. അത് നിന്റെ വേറെ ആരോട് പറഞ്ഞാൽ മതി. എനിക്ക് വേറെ ആരുണ്ട് ചേച്ചി, ഗ്രാനി ചേച്ചി അല്ലാതെ. ഇനി കണ്ണീരൊന്നും വേണ്ട, ഇനി ഗ്രാനി അല്ലാതെ ആരും വേണ്ടല്ലോ. എടി ഗ്രാനി ചേച്ചിയേ, ഗ്രാനി ചേച്ചിയേ. നമ്മൾ വിജയകരമായി ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ അങ്ങനെ ഫ്ലവേഴ്സും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഗ്രാനി ചേച്ചിയുടെ ചായക്കപ്പുമായി നമ്മൾ വിജയകരമായി ആക്രി അപ്പാപ്പന് കൊടുക്കാൻ പോവുകയാണ് ഗൈസ്. ഇവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആക്രി വിളിച്ച വീടാണ്. മരങ്ങൾ കൊണ്ടും ആക്രി സാധനങ്ങൾ കൊണ്ടും ആണ് വീടുണ്ടാക്കിയിരിക്കുന്നത്. ഇത് വീടുണ്ടാക്കാൻ സഹായിച്ചത് ഗ്രാൻഡ്പ, ഗ്രാനി, ഗ്രാനിയുടെ അപ്പൻ, ഗ്രാനിയുടെ അമ്മൂമ്മ, ഇവരൊക്കെയാണ് ഇത് സഹായിച്ചത്. സ്ലെൻഡറിനെ സ്ലെൻഡറിനയുടെ സ്ലെൻഡറിന എന്ന് പറയുന്നത് ഗ്രാനിയുടെ കുഞ്ഞാണ്. അതിനെ ഗ്രാനിക്ക് വിഷമപ്പം ഗ്രാനി എന്നെ മുതലക്കിട്ട് കൊടുത്തിട്ട് ബാക്കി പീസ് ഗ്രാനി തിന്നു. അതായി മോന്തിക്ക് പറ്റിയിരിക്കുന്ന ചോര. പുള്ളിക്കാരത്തി ആരാണ്ട് പറഞ്ഞു കൊടുത്ത് ഫേഷ്യലി ചോര കൊണ്ട് ഫേഷ്യലി ചെയ്താ മുഖം വെളുക്കുന്നു. കൊച്ചിന്റെ കൈയും കാലും എല്ലാം വെട്ടി ചോര കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തിന്റെ വിശപ്പങ്ങ് തീർന്നു. ആ കടി എന്തായിരുന്നു. പിന്നെ പുള്ളിക്കാരത്തി ചെന്നത് ഗ്രാൻഡ്പയുടെ കൈ അറക്കാനും. ഗ്രാൻഡ്പ തോക്കിട്ട് തലക്കൊന്നു കൊടുത്തു. അതോടെ ഗ്രാനിയുടെ ആ കടി അങ്ങ് തീർന്നു. ഗ്രാനിയെ തപ്പി ചെന്നപ്പം ഗ്രാനിയില്ല, ഗ്രാൻഡ്പ ഇല്ല. എവിടെയാണ് രക്ഷൻ? ഗ്രാനിയെ കുറെ നേരം ഗ്രാൻഡ്പ പച്ചക്കറി കഴിക്കാൻ വീട്ടിൽ നിന്ന് വെളിവിട്ടോ. കളവൻ രക്ഷപ്പെട്ടു ഗ്രാനിയുടെ അടുക്കൽ. ഗോവയ്ക്ക് ട്രിപ്പ് പോയി. പുള്ളി പച്ചക്കറി മേടിക്കാൻ പോവാന്ന് പറഞ്ഞത്. എന്തോ അവസ്ഥയാ ഗൈസ്. വീട്ടിൽ ഇരിക്കപ്പുറത്ത് കേൾപ്പില്ല രണ്ടും കൂടെ കളക്കളവികള്. ശോകമാണ് ഗൈസ്. ഗ്രാനി അങ്ങോട്ട് വരുന്നില്ല. നമുക്കൊന്ന് കയറി നോക്കാം ഗൈസ്. ഇവിടുന്ന് എല്ലാം ഗ്രാനി എന്നെ അടിച്ചിട്ടാ തീർന്നു പറഞ്ഞാൽ തീർന്നു ഗൈസ്. ഇവിടൊന്നും വരുന്നില്ല ഗൈസ്. നമുക്ക് ഇവിടുന്ന് ഇവിടുന്നില്ല ഗൈസ്. ഇവിടെയും വരുന്നില്ല ഗൈസ്. എവിടാണ് ഗൈസ് ഈ ഗ്രാനി? ഗ്രാനി 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 ഗിവവേ, ഗ്രാനി ഗിവവേ. ഗ്രാനിയെ ഞാൻ ഗിവവേ കൊടുക്കും. അപ്പാപ്പനായിരുന്നു ഇപ്പൊ 2 ഉറക്കവും കഴിഞ്ഞിട്ട് വന്നേ. അയ്യോ ഗൈസ്, ഗ്രാനി ഗ്രാനി. ഓ ഗ്രാനി 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 ഗൈസ്. ഗ്രാനി ഞാൻ കണ്ടു. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്റെ ഗ്രാനിയെ. ഗ്രാനി കം ഓൺ. നമുക്ക് ആ സേഫ് ഗ്രാനി അടിച്ചിട്ട് വേണം നമ്മുടെ സേഫായിട്ട് നമുക്ക് സേഫായിട്ടുള്ള സേഫ് തുറക്കാനായിട്ട് സേഫ്റ്റി കൊണ്ടുപോയി സേഫായിട്ട് കൊണ്ടും തുറക്കാം. അത്രയും ചെയ്താൽ മതി. സോ സിമ്പിൾ ഗൈസ്. നമുക്ക് ഗ്രാനി വരുന്നില്ല എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ഓ ഗൈസ്, ഗ്രാനി വെട്ടിക്കണം ഗൈസ്. വെട്ടിച്ച് പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ഗ്രാനി വരുന്നില്ല ഗൈസ്. ഗ്രാനി നമ്മൾ ഒറ്റ വെട്ടിയിൽ വെട്ടിച്ച് ഗൈസ്. ഗ്രാനി പേടിച്ച് വല്ലാണ്ടായിപ്പോയി ഗൈസ്. ഗ്രാനി എല്ലാവരും കൂടെ 5 മിനിറ്റ് തൂക്കുമായിരുന്നു. ഒരു കഴിവില്ലെന്നും പറഞ്ഞുകൊണ്ട് ഗ്രാനി എന്നെ ഇട്ട് ഓടിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല. പിന്നെ ഗ്രാനിക്ക് കാല് വയ്യാത്തോണ്ട് കുഴമ്പ് വെച്ച് കൊടുത്തത് ഞാനാണ്. ഗ്രാനിയുടെ ഓരോ കാര്യങ്ങൾ, ഗ്രാനിയുടെ ലീലാവിലാസങ്ങൾ. ഞാൻ പുതിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതോടെ നിങ്ങളൊന്ന് വായിച്ചോ. ഈ ഗ്രാനിയെ തപ്പിച്ചെന്നത് ഗ്രാനിയുടെ കക്കൂസിൽ ഫ്ലഷ് അടിക്കത്തില്ല. മാറിയിട്ട് അവിടെ ഒന്ന് നിൽക്കാൻ വയ്യായിരുന്നു. തവളയുടെ കാര്യം കൊണ്ട് ഈ കണ്ട ചോരയെല്ലാം കൂടെ കുടിച്ചിട്ട് വയറിളകി തൂറ്റി കിടക്കും. പിന്നെ ഞാൻ പോയി അത് ഫ്ലഷ് ചെയ്യേണ്ടി വരും. എന്തോ അവസ്ഥയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. എന്തൊരവസ്ഥയാണ്. മനുഷ്യൻ മര്യാദ ഒരു ഗെയിം കളിക്കാൻ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി തൂറി നാശമാക്കിയിട്ടേക്കുന്നു. എന്തൊരവസ്ഥയാണ് ഇത്. നിങ്ങൾ പറ. കാണിക്കുന്ന ഭയങ്കര ഇതല്ലേ. ഗ്രാനി വരട്ടെ ഗൈസ്. ഗ്രാനി വരട്ടെ. ഗ്രാനിയുടെ തലമണ്ട ഇനി ഞാൻ പൊളിക്കും. വെള്ളം കൊണ്ട് പോയി
തുറക്കാം ഗൈസ്. പിന്നെ എനിക്ക് ഷെഡ് തുറക്കണം, പിന്നെ അത് കഴിഞ്ഞ് പ്ലാന്റ് വെക്കണം, അങ്ങനത്തെ കുറെ പരിപാടി ഇങ്ങനെ കിടപ്പുണ്ട് ഗൈസ്. ശരിക്കും നമ്മൾ എവിടെ വെച്ചാണ്ടേ അത് ഓർക്കുന്നില്ലല്ലോ ഗൈസ്. ആ ഓർമ്മ അമ്മ ചീപ്പ് കാലം കടിച്ചേനെ ഗൈസ്. നമ്മൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. അമ്മച്ചെ കാറിന് വിട്ടിട്ട് വട്ടം ഓടിക്കാം. അമ്മച്ചി കമ്മോൺ, നമുക്ക് ടാറ്റ പോവാം. ബാടി മഞ്ചത്തി ബാടി ബാടി എടി ബാടി. ഈ കളി വാന്ന് ഒരു സമ്മതിക്കുകയാണ് ചെയ്യാനാണ്. ബാബാ ഓടി ഓടി ഓടിയോ, ഞാൻ പുതിയ നൈറ്റ് കളിച്ചേ അമ്മ ഓടിയോ. നല്ല ജീവോ എടുത്തു കൊടുക്കണം, എന്റെ കുറേ ഗ്രാനി ഗ്രാനി പൊളിച്ചിരിക്കുക കളി. നമുക്ക് സാറ്റ് കളിക്കാം ബാ. കണ്ടേ പാത്തേ അല്ല പാത്തേ. ഓ ഓടിക്കോ പാത്ത ഓടിക്കുന്നു, പാത്ത ഓടിക്കുന്നു. ഓടിക്കോ 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 ഓടിക്കോ, നേരെ ജയിലിലോട്ട് ഓടിക്കോ ഗായ്സ്, ഓടിക്കോ. ഫ്ലാഷിന്റെ സ്പീഡിലാണ് നമ്മളിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത് വെക്കണ്ടേ, നമുക്ക് തിരിച്ചു പോകാം ഗൈസ്. പൊട്ടാ നിക്കടാ, നമുക്ക് തിരിച്ചു പോകാം കുട്ടാ. നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോഴാണ് കാര്യം ഓർത്തത്, നമ്മള് ഹൈ റേഞ്ച് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളെന്ത് ചെയ്യാൻ, നമ്മള് ഭയങ്കര ഐക്യു പേരാണ്. സ്ക്രാനി ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഓ ഗൈസ്, നമ്മൾ ഇതാണോ അമ്മ എന്തിനു പേടിക്കണം. ഗ്രാനിയുടെ തലമണ്ണ നോക്കിയാണ് നമുക്ക് കൊടുക്കും. ഗ്രാനി ചേച്ചി ഫ്ലാറ്റ്. ഇവിടെ ഒന്നും ഗ്രാനിയെ നമ്മൾ കാണുന്നില്ലല്ലോ. ഈശ്വരാ, ഗ്രാനി എവിടെ പോയോ? ഗ്രാനി 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 എവിടെ പോയി ഗൈസ്? ഗ്രാനിയെ കാണുന്നില്ല. രണ്ടാമത്തെ ഡേ ഞാൻ എങ്ങനെയൊക്കെയോ പോകുന്നു ഗൈസ്. ഗ്രാനിയെ തപ്പിച്ചത് ഗ്രാനിയുടെ പെരയില്. നമുക്കിനി സെറ്റ് ചെയ്തോണ്ടങ്ങ് പോവാം. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യണത്. ഓക്കെ, സെറ്റ് കിട്ടി. നമുക്കിനി സെറ്റ് ചെയ്തോണ്ട് പോവാം. ഓ ഗോയ്സ്, ഇപ്പൊ അടിച്ചേനെ ഗൈസ്, ഇപ്പൊ ഒരു അടി കിട്ടിയേനെ ഗൈസ്. എന്തൊരു പരിപാടിയാണ് ഗൈസ്. ഇപ്പൊ നമുക്ക് ഗ്രാനിയുടെ ഒരു അടി കിട്ടിയേനെ. അതോടെ നമ്മുടെ സോക്കെല്ലാം കഴിഞ്ഞേനെ ഗൈസ്. നമുക്ക് പെട്ടെന്ന് പോയ ഷെഡ് അങ്ങ് തുറക്കാം. നമ്മൾ പെട്ടെന്ന് പൊക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, പെട്ടെന്ന്. ഓ ഗൈസ്, ഇത് കാലേക്കുടി. എനിക്കിത് ദേഷ്യമാണ്. ഈ ഗ്രാനി കളിക്കുമ്പോ ഗ്രാനി മാത്രം കളിക്കുമ്പോ ഈ ഗ്രാനി കണ്ടാടത്തല്ല ഈ സാമാനം കൊണ്ടിടും. എനിക്ക് ദേഷ്യം കൂടെ വരും. ഗ്രാനിയുടെ തലമണ്ട അങ്ങ് ചില സമയത്ത് അടിച്ച് പൊട്ടിച്ചാലും തോന്നും. പക്ഷെ ഈ തല പിന്നെ റിവൈവ് ആയി വരും. ഈ ഫ്രീ ഫയർ റിവൈവ് ആയി വരുന്ന പോലെ അതിന് അത് അത്രയും പോലും വേണ്ട. 2.5 മിനിറ്റ് ഒന്ന് കൊടുത്തേച്ച് പുള്ളിക്കാർക്ക് 5 സെക്കൻഡ് കൊണ്ട് എഴുന്നേച്ച് വരും. 2.5 സെക്കൻഡ് കൊണ്ട് എഴുന്നേച്ച് വരും. എന്താണ് നടക്കുന്നത്? കപ്പലണ്ടി കച്ചവടമാണോ ഈ ഗ്രാനികൾ നടത്തുന്നത്? അതാണ് എനിക്ക് അറിയാൻ മേലാത്തത്. കപ്പലണ്ടി കച്ചവടത്തിന് കിട്ടും ഇതിനും പൈസ. നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടാനാ? ഒരുത്തനെ കയറ്റി കൊല്ലുക, ഇല്ലെങ്കിൽ ഒരുത്തനെ അവിടെ ഇട്ട് വെടി വെച്ചിട്ട് അപ്പാപ്പം കണ്ണാടി വെക്കുക. എന്തൊക്കെ പരിപാടിയാണ് പുള്ളിക്കാട്ടിയുടെ ഓരോരോ പരിപാടികൾ. ഗ്രാനിയുടെ ലീലാവിലാസം അങ്ങനെയാണ് ബുക്ക്. ബുക്ക് നിങ്ങളെ കൊണ്ട് തന്നെ റിലീസ് ചെയ്യിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എപ്പടി നിങ്ങൾ തന്നെ പറ. ഗ്രാനിയുടെ ലീലാവിലാസം സീ ബുക്ക് നിങ്ങൾ അതോടൊന്ന് പറയണേ എൻ്റെ അഭിപ്രായം. നമുക്ക് ബ്രിഡ്ജ് ക്രാങ്ക് കിട്ടിയിട്ടുണ്ട്, അപ്പം നമ്മൾ അതും കൊണ്ട് പോവാം. അപ്പം നമ്മൾ ഗ്രാനിയെ തപ്പി നടക്കുന്നില്ല. ഗ്രാനി എന്താണ് ഇവിടെ നടക്കുന്നത്? നമ്മളൊരു ചാട്ടത്തിന് വന്നപ്പോൾ ഗ്രാനി നമ്മളെ പറ്റിക്കുന്നു. ഗ്രാനി 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 where are you? I see you എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളങ്ങനെ നടക്കും. പക്ഷേ നമ്മളങ്ങനൊന്നും ചെയ്യാം. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഗൈസ് നമ്മൾ നീലകണ്ഠനെ കണ്ടത്. നീലകണ്ഠനല്ല, മുതലക്കുട്ടനെ കണ്ടത്. ഗൈസ് ഡയലോഗ് മാറിപ്പോയി. സ്ക്രിപ്റ്റ് ചെയ്തത് വേറെ ഒരാളാണ് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ജഗജില്ലാടിയായ പാലം കണ്ടത്. ഇതെല്ലാം അപ്പാപ്പന്റെ ലീലാവിലാസങ്ങളാണ്.
കുത്തണം. ഇനി ജനറേറ്റർ കുത്തി കഴിഞ്ഞാൽ ഇതങ്ങ് തീരും ഗൈസ്. അപ്പൊ നമുക്ക് ഗേറ്റ് എസ്കേപ്പ് ചെയ്യാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഗ്രാനി പുതിയ പുതിയ പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഗ്രാനിക്കുള്ള പണി ഞാൻ നിന്നോളാം. ഗ്രാനിക്കുള്ള പരിപ്പോളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഗ്രാനി വന്നത് കുടിക്കേണ്ടതാണ്. നമ്മളങ്ങനെ പോവാണ്. നമുക്ക് പോയി ഇതാണ് ജനറേറ്റർ കത്തിക്കാനുള്ള തീപ്പെട്ടി എടുത്തു. ചുറ്റും കറക്കാം ഗ്രാനിയെ തപ്പിപ്പോയി ഗ്രാനിയുടെ മടയിലേക്ക്. ഗ്രാനിയെ കാണുന്നില്ലല്ലോ. ഗ്രാനി ഈസ് മിസ്സിംഗ്. വലിയൊരു നോവലാക്കി ഞാൻ. ഗ്രാനിയെ പുതിയ പ്രതിഭയാക്കും. നമ്മൾ ലിഫ്റ്റിൽ കൂടെ പോകാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലിഫ്റ്റ് വന്നാൽ മതിയായിരുന്നു. പണ്ടാരം പിടിക്കാനായിട്ട് ലിഫ്റ്റും ഇല്ല. എന്തൊരവസ്ഥയാണ്, എന്തൊരു ദുരവസ്ഥ. ലിഫ്റ്റ് താഴേക്ക് കിട്ടിയിട്ട് നമ്മൾ ഒറ്റ മൈൻഡ് ഗ്രാനി സൈഡിലോട്ട് പോയി. നമുക്ക് പെട്ടെന്ന് കയറാം. ഗ്രാനി ഇല്ലല്ലോ ഗായ്സ്, ഗ്രാനി ഇല്ല. ഓ ഗായ്സ്, ഗ്രാനി എന്നെ കൊല്ലരുത്, ഞാനൊരു പാപമാണ്. ഗ്രാനി ഞാൻ കണ്ടു. ഗ്രാനി ഫേസിലൊക്കെ ചെയ്യണം കേട്ടോ. കൈയൊക്കെ കറുത്തിരിക്കുന്നു. നമുക്ക് ഈ രണ്ടാമത്തെ നിലയിൽ ഇറങ്ങാം. നേരെ ഫയർവുഡ് അകത്തോണ്ട് വരാം ഗൈസ്. അതാ മേടി ആ മൂപ്പര് കൊണ്ടങ്ങ് ഇട്ട് ഗൈസ്. എന്തോ പണിയാ അറിയോ ഗൈസ്. മനുഷ്യനെ ഇങ്ങനെ ഓടിക്കുന്നതിന് ഒരു പരിധി വേണ്ടേ ഗൈസ്. വല്ലാതെ ഇതിന്റെ ലാഗ് അടിക്കുന്നുണ്ടോ ഗൈസ്? ലാഗ് അടിക്കുന്നുണ്ടെ പറയണം, അടുത്ത വീഡിയോ ശരിയാക്കാം. നമ്മൾ വളർന്നു വരുന്ന ഒരു പ്രതിഭയാണ് ഗൈസ്. നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യണം. കാക്ക ചേച്ചി അത് തരുമോ? ഇല്ലടോ. ലാസ്റ്റ് ആയിട്ടൊന്ന് കണ്ട് ടാറ്റ. ചേച്ചിയുടെ കാര്യം കഥ. കാക്ക ചേച്ചി നമ്മളങ്ങനെ താഴെ കിടങ്ങാം ഗൈസ്. ഇതിൻ്റെ അകത്ത് വെച്ചാലോ? വേണ്ട ഗൈസ്, നമുക്ക് അതിൻ്റെ താഴോട്ട് ഇറങ്ങാം. നമുക്ക് പോയി ഗൈസ് വെറുതെ കുത്തി ചെയ്ത് പോയി ഗൈസ്. ഒന്നിങ്ങനെ ഇരിക്കുക. എൻ്റെ ഓരോ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഇങ്ങനത്തെ
ഈ ജനറേറ്റർ അങ്ങ് ഫിറ്റ് ചെയ്യാം. അതാണ് ഇപ്പൊ പോക്കുന്നത്. കിട്ടി. അത് ഓൺ ചെയ്യാൻ മറന്നു. അത് ഓൺ ചെയ്തേക്കാം. ഷോക്ക് ഇപ്പം ഞാനവിടെ പടമായിരുന്നേനെ. നമുക്കിനി അത് ഓൺ ചെയ്താൽ മാത്രം മതി. അങ്ങനെ നമ്മൾ കളി ജയിക്കാറാവും. നമ്മളങ്ങനെ കളി ജയിക്കാറായി ഗൈസ്. വെറും കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്താൽ നമ്മൾ വിജയകരമായി ഈ വീടിനോട് ടാറ്റാ ബൈ ബൈ പറയും. ടാറ്റാ ബൈ ബൈ. വെറും ജനറേറ്റർ ഫിറ്റ് ചെയ്തു. ഇനി ആ സ്വിച്ച് ബോർഡ് മാത്രം ഒന്ന് അമർത്തിയാൽ ഞാൻ കളി ജയിക്കുന്നു. കളി ജയിക്കാനുള്ള ടൈമായിരിക്കുന്നു. ബ്രാവി ചേച്ചിയോട് ചാറ്റ പറയാനും സമയമായിരിക്കുന്നു. നമുക്ക് ഇങ്ങോട്ടങ്ങ് ഇറങ്ങാം. ഓക്കെ, ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഗ്രാമി ചേച്ചിയുടെ ഒരു കാര്യങ്ങൾ ഇവിടെ ഓരോരോ സാധനങ്ങൾ കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഒറ്റ മിനിറ്റ് നേരത്തങ്ങ് പോവാം. അടക്കത്തില്ലെന്നാണ് ഗൈസ്. 1 2 3 സ്റ്റാർട്ട്. ഒറ്റ മിനിറ്റ്. ഞാനൊന്നും വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. നമുക്ക് ഒറ്റ മിനിറ്റ് കയറാം. കാല പിടിച്ചിട്ട് അങ്ങനെ ഗ്രാമി ചേച്ചി വന്ന് തലക്കൊരടി വന്നു. അങ്ങനെ നമ്മൾ ഡേ 3 ആയിരിക്കും ഗൈസ്. നമ്മൾ അങ്ങനെ വിജയകരമായി ഡേ 3യിലേക്ക് കടന്നിരിക്കുന്നു. നമുക്ക് വിജയകരമായി കളി ജയിക്കാനുള്ളതാണ്. അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് ഗൈസ്. നമ്മൾ ആരുടെയും മുന്നിൽ തല പിടിച്ചു കൊടുക്കുകയില്ല. നമുക്ക് കളി ജയിക്കണം. ടാറ്റാ ബൈ ബൈ കുടു ബൈ ഗയോ. നമ്മളങ്ങനെ സ്പീഡിൽ ചെന്ന് മണ്ടക്കോട്ടം കയറാൻ പോണേ. മണ്ടക്കോട്ട് ഒറ്റ മൈൻഡ് മണ്ടക്കോട്ട്. ഈ ഡേ 3യിലെങ്കിലും എനിക്ക് കളി ജയിക്കണം. അങ്ങനെ നമ്മളെ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പേടിയാണ്. അയ്യോ പേടിയാവുന്നേ. ഞാൻ പോട്ടെ. അയ്യോ പേടിയാവുന്നേ. അയ്യോ ചേച്ചി ടാറ്റാ ടാറ്റാ. ഒരു ടാറ്റ പറയാൻ വന്നതാണേ. കൊല്ലേ ചേച്ചി. ഒരു മുട്ടായോ? ഇന്നോ തരാം. ഓടി വാ. ബബിൾക്കം തരാം എനിക്ക്. ബബിൾക്കം. ചേച്ചി ഇങ്ങോട്ട് വാ. എനിക്ക് വേണം കളി ജയിക്കണം. എനിക്ക് വേറെ പണിയുണ്ട്. എനിക്ക് വീട്ടിൽ പോയിട്ട് വേറെ പണിയുണ്ട് ചേച്ചി. ചേച്ചിയുടെ കുറേ ഇങ്ങനെ ജിങ്ക് കളിച്ചു നോക്കാം. എനിക്ക് സമയമില്ല ചേച്ചി. ഓക്കെ ചേച്ചി, നമുക്ക് ജിങ്ക് കളിക്കാം. ജിങ്ക് 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 നമുക്ക് ജിങ്ക് കളിക്കാം ചേച്ചി. വാ വാ ഓടി വാ. ഈ കല്ലിഞ്ഞ് വാന്ന് ഒറ്റ വൈകി അങ്ങ് വിടാം ഗൈസ്. ഇതാണ് ചേച്ചി ടാറ്റ. നമുക്ക് പറന്നങ്ങ് വിടാം ഗൈസ്. പറത്തി വിടാം. പറത്തി വിടുവാ. ടാറ്റ. നമുക്ക് കയറി ചെല്ലാം ഗൈസ്. പുലിമടയിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. ആ ഗേറ്റിന്റെ സ്വിച്ച് ഒന്ന് അമർത്തിയാൽ ഗേറ്റ് തുറന്ന് വീട്ടിൽ